അസ്സലാമു അലൈക്കും. ഇന്ന് റംസാൻ ഒന്നായി കേരളത്തിൽ പൊതുവെ ആചരിക്കുകയാണ്. റംസാൻ 1 വ്യാഴാഴ്ചയാകുമെന്ന് ചൊവ്വാഴ്ച തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോളശാസ്ത്ര കണക്കനുസരിച്ച് ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിച്ച് 1-2 മിനിറ്റ് മാത്രമേ ചന്ദ്രൻ കാണാൻ ഉണ്ടാവുകയുള്ളൂ എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത് കാണാൻ സാധിക്കുകയില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് വ്യാഴാഴ്ചയായിരിക്കും നോമ്പ് എന്ന് പ്രഖ്യാപിച്ചത്. വളരെ നല്ല പ്രഖ്യാപനമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതേപോലെ തന്നെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും ചന്ദ്രൻ ഏതാനും മിനിറ്റുകൾ ചക്രവാളത്തിൽ ഉണ്ടാകും എന്ന് ഗോളശാസ്ത്ര കണക്കനുസരിച്ച് അറിയിപ്പുണ്ടാകുന്ന മാസങ്ങളിലും ആളുകൾ കൂട്ടത്തോടെ ചാനലുകാരെയും കൂട്ടി കടപ്പുറത്തേക്ക് പോകുന്ന ഒരു രീതി ഇന്നുണ്ട്. വാസ്തവത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി കാണാൻ പോകുന്ന അവർ പിന്നീട് കാണാൻ അവർ പോവുകയും സമുദായം വിവരമറിയുവാൻ കൗതുകത്തോടെ കാത്തിരിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും അവർക്ക് നിരാശയായിരുന്നു ഫലം. കാരണം അവർക്ക് അവരുടെ നഗ്നനേത്രം കൊണ്ട് മാസപ്പിറവി കാണാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അന്നേ ദിവസം തീരുമാനമെടുക്കാതെ പിറ്റേ ദിവസത്തേക്ക് തീരുമാനിച്ചു പോരുകയായിരുന്നു ചെയ്തിരുന്നത്. വാസ്തവത്തിൽ ഈ തീരുമാനം അന്ന് ഗോളശാസ്ത്രമനുസരിച്ച് അന്ന് പിറവിയുണ്ടായി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും പ്രവാചകൻ മാസം കാണാൻ പറഞ്ഞത് കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അറിഞ്ഞുകൊണ്ട് ഒരു നോമ്പ് നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ സവ്വാലിൽ അനാവശ്യമായി ഒരു നോമ്പെടുക്കുകയോ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം നോമ്പ് തീരുമാനിച്ചതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിലും മാസം കാണാൻ നടക്കുന്നതിന് പകരം ഗോളശാസ്ത്രമനുസരിച്ച് പെരുന്നാളോ നോമ്പോ ഉറപ്പിക്കുവാനുള്ള ആർജവവും കൂടി മുസ്ലിം സമുദായം കാണിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അറിഞ്ഞുകൊണ്ട് ഒരു നോമ്പും പെരുന്നാളും തെറ്റിക്കേണ്ട കാര്യം നമുക്കില്ല. പ്രവാചകൻ മാസം കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ഹദീസ് മാത്രമല്ല, ഒട്ടേറെ ഹദീസുകൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. അത്തരം ഹദീസുകളിലൊന്നും നമ്മൾ അത്ര ഗൗനിക്കാറില്ല. അത് ലംഘിച്ചുകൊണ്ടാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ മാസപ്പിറവിയുടെ കാര്യത്തിൽ മാത്രം നമ്മൾ ഇത്ര വാശി പിടിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. പ്രവാചകൻ്റെ കാലത്ത് അന്ന് പറയാവുന്ന അവർ സ്വീകരിച്ചിരുന്ന ഒരു രീതിയായ ചന്ദ്രപ്പിറവിയെയാണ് അവർ ആശ്രയിച്ചിരുന്നത്. അതനുസരിച്ച് പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമാണ്, പ്രവാചകൻ്റെ കാലത്ത് സമയം നോക്കുന്ന ഒരു യന്ത്രം പോലും കണ്ടുപിടിച്ചിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. സാങ്കേതിക വിദ്യ ഇന്ന് വളരെയേറെ പുരോഗമിക്കുകയും എല്ലാ രംഗത്തും നമ്മളത് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം അതിൽ നമ്മൾ വാശി പിടിക്കേണ്ടതുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ പ്രധാന ആഘോഷമായ 2 കാര്യങ്ങൾക്ക് ഇതേപോലെ തലേ ദിവസം മാസപ്പിറവി കാണാൻ നടക്കുന്നത് തന്നെ പരിഹാസ്യമായ ഒരു രീതിയാണ് ഇന്നത്തെ സാങ്കേതിക വിദ്യ നിലനിൽക്കുന്ന ഇക്കാലത്ത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉചിതമായ തീരുമാനങ്ങൾ സമുദായത്തിന് സാന്ദർഭികമായി എടുക്കാവുന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ എടുത്ത തീരുമാനങ്ങളിൽപ്പെട്ട ഒന്നാണ് ജുമുഅ ഖുതുബ. ഇന്നും അത് മറ്റുള്ളവർ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് മുജാഹിദുകൾ ചെയ്തത് ഒരു തെറ്റാണെന്ന് യഥാർത്ഥത്തിൽ ഒരു സുന്നി പോലും പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകൾ എല്ലാം കൂടി തീരുമാനിച്ചിട്ട് ഒരു കാര്യം നടപ്പിലാവുക പ്രയാസമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അല്പം പുരോഗമനമുള്ളവരൊക്കെ എങ്കിലും ഈ മാസപ്പിറവിയൊക്കെ ഗോളശാസ്ത്രമനുസരിച്ച് തീരുമാനിക്കാൻ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വരുന്ന യുവതലമുറ, ഭാവി തലമുറക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല സന്ദേശവും കൂടിയായിരിക്കും അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.